മലപ്പുറം വഴിക്കടവിൽ കനത്ത മഴയിൽ ആദിവാസി നഗർ ഒറ്റപ്പെട്ടു. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അളക്കൻ നഗരങ്ങൾ ഒറ്റപ്പെട്ടത്. നീലഗിരി, വഴിക്കടവ് മേഖലകളിലെ കനത്ത മഴയിലാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. ഇവരുമായി ശിവദാസ് കരമനം ചെയ്യുകയാണ്. ശിവദാസ്, അപകടകരമായ രീതിയിൽ തന്നെയാണ് ജലനിരപ്പ് ഉയരുന്നത്. മേഖലയിൽ വലിയ കനത്ത മഴ തന്നെയാണോ പെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാത്രി മുതൽ മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ നിലവിൽ നിയന്ത്രണ വിധേയം തന്നെയാണ്. മിതമായ രീതിയിലാണ് ചിലയിടങ്ങളിൽ മഴ ലഭിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ മലപ്പുറം വഴിക്കടവ് ആദിവാസി നഗർ ഒറ്റപ്പെട്ടു. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അതോടൊപ്പം തന്നെ അളക്കൽ നഗറുകൾ ഒറ്റപ്പെട്ടത്. നീലഗിരി, വഴിക്കടവ് മേഖലകളിലെ കനത്ത മഴയാണ് പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. 2018 ഉണ്ടായ പ്രളയത്തിൽ ഈ മേഖലയിലെ കോൺക്രീറ്റ് പാലം ഒലിച്ചു പോയിരുന്നു. മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടമാണ് പുന്നപ്പുഴ കടക്കാൻ ഇവിടെയുള്ളവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചതോടെ ചങ്ങാടത്തിൽ പുഴ കടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ പെയ്തിരുന്നു. പക്ഷേ പല സമയങ്ങളിലും മഴ ഇടയ്ക്ക് മാറുന്നുണ്ട്, പിന്നീട് വീണ്ടും പെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് നിലവിൽ ഇത് നിയന്ത്രണ വിധേയം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നിരുന്നു. നിലവിൽ ഒരു ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല. തീരദേശ മേഖലയും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും ഉള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. KP ശിവദാസ് കൽമനമാണ് വിവരങ്ങൾ നൽകിയത്.